നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവർ പൈനൂർ പാടത്ത് ചാലുകുത്തി. കാർഷിക പെരുമയുടെ ആചാരം കാണാൻ എത്തിയത് നിരവധി ഭക്തർ. കൊടുങ്ങല്ലൂരിൽ കുഴൽക്കിണർ പണിക്കിടെ യുവാവ് മണ്ണിനടിയിൽപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ശേഷം യുവാവിനെ രക്ഷപ്പെടുത്തി. കുടിവെള്ളത്തിനായി നാട്ടികയിലും സമരം. CPM പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാന ആചാരങ്ങളിലൊന്നായ തേവരുടെ ചാലുകുത്തൽ ചടങ്ങ് ഭക്തിനിർഭരമായി. ദേവസ്വം ബലരാമനാണ് തേവരുടെ സ്വർണ്ണക്കോലമേറ്റിക്കൊണ്ട് ചാലുകുത്തൽ ചടങ്ങിന് എത്തിയത്. പൈനൂർ പാടത്തെത്തിയ തേവരെ ചടങ്ങ് നടക്കുന്ന ഭൂമിയുടെ അവകാശികളായ കണ്ണാത്ത് തറവാട്ടുകാർ പറ നൽകി സ്വീകരിച്ചു. തുടർന്നായിരുന്നു ചാലുകുത്തൽ ചടങ്ങ്. തേവരുടെ സ്വർണ്ണക്കോലവുമായി തൃക്കോൽ ശാന്തിയും കുടശാന്തിയും ദേവസ്വം ബലരാമന്റെ മുന്നിൽ നടന്നു. ശംഖനാദമുയർന്നതോടെ ഇരുകൊമ്പുകളും താഴ്ത്തി ദേവസ്വം ബലരാമൻ 3 തവണ മണ്ണ് കുത്തിയെടുത്ത് പൈനൂർ പാടത്ത് ചാലുകീറി. ബലരാമൻ കുത്തിയെടുത്ത മണ്ണ് അവിടെ തിങ്ങി നിറഞ്ഞിരുന്ന ഭക്തർക്ക് തങ്ങളുടെ കൃഷിയിടത്തിൽ വിതറുന്നതിനുള്ള പ്രസാദമായി വിതരണം ചെയ്തു. കാർഷിക സമൃദ്ധിക്കായി ഭൂമിയെ തേവർ അനുഗ്രഹിക്കുന്നതിന്റെ പ്രതീകമായാണ് പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങ്. തുടർന്ന് തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറ സ്വീകരിച്ചു. തുടർന്ന് കോതകുളത്തിൽ ആറാടി. ആറാട്ടിന് ശേഷം പൈനൂർ പാടത്തേക്ക് എഴുന്നള്ളിയ തേവരെ വഴിനീളെ പറകൾ നൽകിയായിരുന്നു ഭക്തർ വരവേറ്റത്. ചാലുകുത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളിയ തേവർ വൈകിട്ട് രാമൻകുളം ആറാട്ടിനായി പുറപ്പെട്ടു. രാമൻകുളം ആറാട്ടിന് ശേഷം സമുദായ മഠം പറ കഴിഞ്ഞ് തേവർ തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ക്ഷേത്രത്തിലേക്ക് തിരികെ എഴുന്നള്ളുന്ന തേവരെ നാട്ടുകാർ റോഡിനിരുവശവും വിളക്ക് വെച്ചും പടക്കം പൊട്ടിച്ചും വർണ്ണമഴ നടത്തിയുമാണ് എതിരേറ്റത്. കിഴക്കേ നടക്കൽ പൂരവും ഊരായ്മക്കാരുടെ ഇല്ലങ്ങളിൽ പൂരവും ശനിയാഴ്ച. ഉഷപൂജയ്ക്ക് ശേഷം തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ട്. തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത്. വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കും. തുടർന്ന് കിഴക്കേ നടയിൽ പഞ്ചവാദ്യം. തുടർന്ന് ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പിള്ളി, ജ്ഞാനപ്പിള്ളി ഇല്ലങ്ങളിൽ പറ. പുന്നപ്പിള്ളി മനയിലെ പറയെടുപ്പിന് ശേഷം മുറ്റിച്ചൂർ കൊട്ടാരത്തിൽ പറയെടുപ്പ്. കൊടുങ്ങല്ലൂരിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനിടയിൽ തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ടു. കോതപ്പറമ്പ് സ്വദേശി പാമ്പിനെടുത്ത് അർഷാദാണ് മണ്ണിനടിയിൽപ്പെട്ടത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇയാളെ രക്ഷപ്പെടുത്തി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ശതാബ്ദി സ്മാരക മന്ദിരത്തോട് ചേർന്ന് പുതിയ കുഴൽക്കിണർ കുഴിക്കുന്നതിനിടെ രാവിലെ 10-നായിരുന്നു അപകടം. സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് അർഷാദിനെ പുറത്തെടുത്തത്. ഇയാളെ പിന്നീട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. GMHSS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണ യോഗം വാർഡ് മെമ്പർ PK ഹംസ ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് PM അബ്ദു ഹാജി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ജയശ്രീ ടീച്ചർ സംസാരിച്ചു. തുടർന്ന് കമ്മിറ്റിയുടെ രൂപീകരണം നടന്നു. അതിനൊക്കെ ഗവൺമെന്റ് തരുന്ന ഫണ്ടുകളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളതാണ്. നമുക്കത് സമയാസമയങ്ങളിൽ വളം ചെയ്യാനും ഒന്നും സാധിച്ചിരുന്നില്ല. എങ്കിൽ കൂടിയും ഒരുപാട് പറ്റുന്നു, കുറേയൊക്കെ കൃഷി ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ കർഷകരായിട്ടുള്ള നല്ലവരായിട്ടുള്ള കുറേ ആളുകളുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടും അവരുടെ സഹായമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നാട്ടുകാരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടത്താനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനൊരു ഒരു മീറ്റിംഗ് വിളിച്ചുകൂടിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായുള്ള രക്തസാക്ഷരത ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിയോസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, MV വിമൽകുമാർ, VR വിജയൻ, ലിജി നിതിൻ, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2013-14 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. സാധാരണ ജനവിഭാഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണി, കുടിവെള്ള വിതരണം, റോഡുകളുടെ പാർശ്വഭിത്തി നിർമ്മാണം, ഓഫീസുകളുടെ അറ്റകുറ്റപ്പണി എന്നീ മേഖലകളിൽ 2,10,36,562 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പട്ടികജാതി കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 68,90,500 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. പ്രതീക്ഷിക്കുന്ന ആകെ വരവ് 29,61,88,427 രൂപയും ചെലവ് 29,55,85,114 രൂപയുമാണ്. രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വൈസ് പ്രസിഡന്റ് CK മജീദ് ബജറ്റ് അവതരിപ്പിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. ചന്ദ്രാപിന്നി മുളങ്ങാട്ടുപറമ്പിൽ ദേവി ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. ഞായറാഴ്ച നിർമാല്യ ദർശനം, ഉഷപൂജ, ബ്രഹ്മരക്ഷസിന് പൂജ, നാഗങ്ങൾക്ക് കളവും പാട്ടും നടക്കും. തിങ്കളാഴ്ച ഉഷപൂജ, എഴുന്നള്ളിപ്പ്, ദീപാരാധന, പറയെടുപ്പ്, ദേവിക്ക് രൂപക്കളവും തോറ്റം പാട്ടും എന്നിവയും നടക്കും. ഇനിയൊരു ഇടവേള.